ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലൂഫിന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തേട് മീനാണ്. മൺചട്ടി ഇല്ലേലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിന്നൊരു മീൻകറി വെച്ച് നോക്കാം. ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിലിട്ട് ആ കുടംപുളി ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു പുളിയൊക്കെ ആ എണ്ണയിൽ ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ആ ഒരു പച്ച മണമൊക്കെ മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ മീൻകറി നല്ല പറ്റിച്ചാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് ഈ ഒരു അരപ്പ് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പും പുളിയും നമ്മൾ വഴറ്റിയ കൊച്ചുള്ളിയും എല്ലാം കൂടെ ഈ അരപ്പിൽ നല്ല പോലെ വെന്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ തേടുമീൻ്റെ തല ഈ കറിയിൽ എടുത്തിട്ടില്ല. മീനിട്ട് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മീൻകറിയുടെ അരപ്പിൽ വേണമെങ്കിലും ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ലാസ്റ്റാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ച് വെച്ച് നല്ലപോലെ പറ്റിച്ചെടുക്കണം ഈ മീൻകറി. നമ്മുടെ മീൻകറി ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേട് കറിക്ക് നമുക്ക് കൂടുതലും കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ മുളകിട്ട് പറ്റിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.